നിങ്ങൾ ഈ ചമ്പാവത്ത് എന്ന് കേട്ടിട്ടുണ്ടോ? ചമ്പാവത്ത് എന്ന് പറഞ്ഞാൽ ഒരു പെൺ നരഭോജി കടുവയാണ്. ഈ 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഇന്ത്യയുടെയും നേപ്പാളിന്റെയും അതിർത്തികളിലായിട്ട് ഏകദേശം 436ഓളം ആൾക്കാരെ കൊന്നു തിന്ന ഒരു കടുവയാണ് ഏത്? ചമ്പാവത്ത്. ഓക്കെ, അപ്പൊ ആ ചമ്പാവത്തിന്റെ കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ ചമ്പാവത്ത് എന്ന് പറഞ്ഞ നരഭോജി കടുവ ഞാൻ പറഞ്ഞ പോലെ 19-ാം നൂറ്റാണ്ട് അവസാനത്തിലാണ് നേപ്പാളിന്റെ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഗ്രാമപ്രദേശങ്ങളില് കൃഷിക്കാരെയും മറ്റുമൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങിയത്? വേട്ടയാടി തിന്നാൻ തുടങ്ങിയത്. മനസ്സിലായോ? സാധാരണ കടുവകൾ ആൾക്കാരെ വേട്ടയാടി കൊല്ലുകയാണ് ചെയ്യുന്നതെങ്കിൽ ഈ കടുവ ആൾക്കാരെ വേട്ടയാടി കൊന്ന് തിന്നാൻ തുടങ്ങി. മനസ്സിലായ? ഓക്കെ, അത് മാത്രമല്ല, ഈ കടുവയെ പിടിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ആൾക്കാർ, അത് വേട്ടക്കാരെ ഉൾപ്പെടെ എന്ത് ചെയ്തു? ഈ കടുവ വേട്ടയാടി കൊല്ലാൻ തുടങ്ങി. മനസ്സിലായി? കൊന്ന് തിന്നാൻ തുടങ്ങി. അപ്പൊ ആ രീതിയിൽ കാര്യങ്ങൾ അപകടകരമായി മുന്നോട്ട് പോകുന്ന സമയത്ത് നേപ്പാൾ പട്ടാളം തന്നെ എന്ത് ചെയ്യുന്നറിയാവോ? ഈ കടുവയെ പിടിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരികയാണ്. നേപ്പാൾ പട്ടാളം തന്നെ കടുവയെ പിടിക്കാൻ വേണ്ടി മുന്നോട്ട് വരികയും, എന്നാൽ നേപ്പാൾ പട്ടാളത്തിന് പോലും എന്ത് ചെയ്തില്ല? ആ കടുവയെ കീഴടക്കാൻ പറ്റിയില്ല. ഓക്കെ, പക്ഷെ അവർക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റി. എന്താണ് ആ കാര്യം എന്നറിയാവോ? അവര് ശാരദാ നദി, ശാരദാ നദിയാണ് നമ്മൾ കാളി നദി എന്നൊക്കെ പറയുന്നത്. ശാരദാ നദി അല്ലെങ്കിൽ കാളി നദി കടത്തി ആ കടുവയെ നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഓട്ടിക്കാനായിട്ട് ആർക്ക് കഴിഞ്ഞു? നേപ്പാൾ പട്ടാളത്തിന് കഴിഞ്ഞു. മനസ്സിലായ? അങ്ങനെ നേപ്പാളിലെ കടുവയെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്ത് ചെയ്യാണ്? അവസാനിക്കുകയാണ്. പക്ഷെ ഇന്ത്യയിലേക്ക് ഈ കടുവ എത്തുകയാണ്. കടുവ എവിടെയാണ് എത്തിയെന്ന് കേട്ട് കഴിഞ്ഞാൽ നിലവിലെ ഉത്തരാഖണ്ഡിലെ ചമ്പാവത്ത് എന്ന് പറയുന്ന ഒരു ടൗണിലേക്കാണ് കേട്ടോ. അങ്ങനെയാണ് ഈ കടുവയ്ക്ക് ചമ്പാവത്ത് ടൈഗർ എന്ന പേര് വന്നത്. മനസ്സിലായ? ഈ ചമ്പാവത്ത് എന്ന ടൗണിലേക്ക് എത്തിയ ഈ കടുവ നമ്മുടെ ഇന്ത്യയിൽ ഏകദേശം 236ഓളം ആൾക്കാരെ എന്ത് ചെയ്തു? വേട്ടയാടി തിന്നു. അങ്ങനെ പല രീതിയിലും ഈ കടുവയെ കീഴടക്കാൻ നോക്കിയെങ്കിലും അതൊന്നും എന്ത് ചെയ്തില്ല? വിജയിച്ചില്ല. അങ്ങനെ ഒരു വേട്ടക്കാരനെ കൊണ്ടുവരികയാണ് ഗവൺമെന്റ്. ആ വേട്ടക്കാരന്റെ പേരാണ് എഡ്വേർഡ് ജിം കോർബറ്റ്. ഈ പേര് നിങ്ങൾ കേട്ടിട്ടില്ലേ? ജിം കോർബറ്റ് എന്ന പേര്. അദ്ദേഹം ഒരു ബ്രിട്ടീഷുകാരനായ വേട്ടക്കാരനായിരുന്നു. അങ്ങനെ ഈ ബ്രിട്ടീഷുകാരനായ വേട്ടക്കാരൻ വരികയും ഈ ചമ്പാവത്ത് എന്ന് പറയുന്ന കടുവയെ പിടിക്കാൻ വേണ്ടി പദ്ധതികൾ തയ്യാറാക്കുകയും ചെയ്തു. അങ്ങനെ 1907 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഈ ചമ്പാവത്ത് ടൈഗർ അല്ലെങ്കിൽ ചമ്പാവത്ത് കടുവ എന്ത് ചെയ്തു? വേട്ടയാടി പിടിക്കുകയുണ്ടായി. അപ്പൊ ആ ഒരു പെൺകുട്ടിയെ പിടിച്ചത് വെച്ചിട്ട് അതിന്റെ അടയാളങ്ങൾ നോക്കി, അതായത് കൊന്നു തിന്ന അവശിഷ്ടങ്ങൾ നോക്കി ഈ ജിം കോർബറ്റ് എന്ന് പറയുന്ന വേട്ടക്കാരൻ ഈ കടുവയുടെ അടുത്തേക്ക് എന്ത് ചെയ്തു? എത്തുകയും ഈ കടുവയെ വെടിവെച്ച് കൊല്ലുകയുമാണ് ഉണ്ടായത്. എന്നിട്ട് ഈ കടുവയെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം എല്ലാവർക്കും മനസ്സിലായി. ഈ കടുവയുടെ മുകളിലെയും താഴെയുമുള്ള കോമ്പല്ലുകൾ തകർന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ കടുവ സ്വാഭാവികമായിട്ട് വേട്ടയാടുന്ന ഇരകളെ വിട്ടിട്ട് മനുഷ്യനെ വേട്ടയാടാൻ തുടങ്ങിയത്. മനസ്സിലായി? അതായത് മറ്റു മൃഗങ്ങളെ വേട്ടയാടി പിടിച്ച് തിന്നാനുള്ള കഴിവ് ആ കടുവയ്ക്ക് നഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് എളുപ്പത്തിൽ കീഴടക്കാൻ പറ്റുന്ന മനുഷ്യനെ കീഴടക്കി എന്ത് ചെയ്തത്? ഈ കടുവ ആഹാരമാക്കിയിരുന്നത്. അപ്പം മറക്കണ്ട, ചമ്പാവത്ത് എന്ന കടുവയുടെ കഥയാണ് ഇവിടെ പറഞ്ഞത്. ഈ ചമ്പാവത്ത് എന്ന കടുവയുടെ കഥയെക്കുറിച്ച് മാൻ ഈറ്റേഴ്സ് ഓഫ് കുമയോൺ എന്ന പുസ്തകം കേട്ടുണ്ടോ? ഈ മാൻ ഈറ്റേഴ്സ് ഓഫ് കുമയോൺ എന്ന പുസ്തകം എഴുതിയത് ജിം കോർബറ്റ് ആണ്. ഈ ജിം കോർബറ്റിന്റെ പേര് തന്നെയാണ് ഇന്ത്യയിൽ ആദ്യത്തെ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഉത്തരാഖണ്ഡിൽ ആദ്യത്തെ നാഷണൽ പാർക്ക് ജിം കോർബറ്റിന്റെ പേരിലാണ് കേട്ടോ. ഈ പേര് നിങ്ങൾക്ക് ഫെമിലിയർ ആണല്ലേ, ജിം കോർബറ്റ്. അപ്പൊ അദ്ദേഹമാണ് ഈ പറയുന്ന ചമ്പാവത്ത് നിന്ന് 436 ആൾക്കാരെ കൊന്നിട്ടുള്ള കടുവയെ എന്ത് ചെയ്തത്? കീഴടക്കിയത്. ഓക്കെ, അപ്പൊ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇത് ഞാൻ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് കണ്ടപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിച്ചത്. അങ്ങനെയാണ് ഞാൻ ഇത് വീഡിയോ ആയിട്ട് ചെയ്തത്. ഓക്കെ, ശരി, നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ, ടാറ്റ.